ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിച്ച് എല്ലാ ദിവസവും സുബിഹ് നമസ്കാരത്തിന് ശേഷം ഇനി പറയുന്ന 4 എളുപ്പമുള്ള വായ കൊണ്ട് പറയാൻ, നാവ് കൊണ്ട് പറയാൻ വളരെ സിമ്പിളായ 4 വാക്കുകളുണ്ട്. ഇതൊരു മനുഷ്യൻ പറഞ്ഞാൽ അന്നത്തെ ദിവസം അവനിക്ക് രോഗം, അതുപോലെ തന്നെ കണ്ണേറ്, സിഹർ, അപകടം ഒന്നും ബാധിക്കില്ല എന്നാണ്. ഏതൊക്കെയാണ് ആ 4 വാക്ക്? കൂട്ടത്തിൽ നമ്മളെല്ലാവരും സ്വർഗത്തിൽ കടക്കാൻ ആഗ്രഹിക്കുന്നവരാണല്ലോ. ആണ്. സ്വർഗം, ആ സ്വർഗത്തിൽ കടക്കാൻ ചെയ്യേണ്ട ഒരു കുഞ്ഞൻ ദുആ, അതുൾപ്പെടെ സ്വർഗത്തിൻ്റെ ചില വിശേഷണങ്ങൾ നമുക്കൊന്ന് കേട്ടാലോ. സ്വർഗം 7 എണ്ണം ഉണ്ടെന്നാണ്. 7 സ്വർഗമുണ്ട്. മാത്രമല്ല സ്വർഗത്തിന് 8ഓളം വാതിലുകളുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ആ വാതിലിൻ്റെ ഒക്കെ പേരെന്താ? 7 സ്വർഗമുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ആ സ്വർഗത്തിൻ്റെ പേരുകൾ എന്താ? വിശദമായി ഇൻഷാ അല്ലാഹ് ഇന്ന് ഒരു സ്വർഗത്തിൻ്റെ ചർച്ച തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അവസാനം വരെ കാണണേ, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകണ്ട. അവസാനം വരെ കാണാൻ വിട്ടുപോകണ്ട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വഖഫാ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ. അമ്മാ ബഅദ്. ബഹുമാന, സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്ദരമായ ഈ ഒരു ദിവസം നമുക്ക് വലിയ ഖൈറുള്ള, ബറക്കത്തുള്ള, വലിയ രക്ഷയുള്ള ദിവസമാക്കി, മാത്രമല്ല ഇനിയുള്ള ദിവസങ്ങൾ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്ന, കരുണ കിട്ടുന്ന നല്ല ദിവസങ്ങളാക്കി, നല്ല മാസങ്ങളാക്കി അള്ളാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് മനസ്സറിഞ്ഞ് ഒരു അൽഹംദുലില്ലാ എന്ന് നമുക്ക് പറഞ്ഞാലോ. കാരണം ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്കും നിങ്ങൾക്കും പടച്ചോൻ തന്നിട്ടുണ്ടല്ലേ. നമ്മളറിയാതെ ഒരുപാട് നിഅമത്ത് നമ്മൾ ആസ്വദിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ രാവിലെ എഴുന്നേറ്റു, നമ്മൾ ബാത്റൂമിൽ പോയി, നമ്മൾ പല്ല് തേച്ചു അല്ലേ, നമ്മളതുപോലെ തന്നെ വുളു എടുത്തു, ചില ആളുകൾ കുളിച്ചു, അതുപോലെ തന്നെ ചില ആളുകൾ ഇപ്പോൾ ചായ ഉണ്ടാക്കി ഇപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വെള്ളമെന്ന അനുഗ്രഹം കൊണ്ട് എത്രയോ കാര്യങ്ങളാണ് ഞാനും നിങ്ങളും ചെയ്യുന്നത് ഓരോ ദിവസവും അല്ലേ. അതുപോലെ തന്നെ നമ്മൾ വെള്ളമൊക്കെ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ വെള്ളത്തിന് നമ്മൾ പൈസയൊക്കെ അടക്കുന്നുണ്ടാകും. ഇപ്പോൾ പൈപ്പ് വെള്ളമൊക്കെ വരും. നമ്മുടെയൊക്കെ അവിടെ ജപ്പാൻ കുടിവെള്ള പദ്ധതിയാണ്, ജപ്പാൻ കുടിവെള്ള പദ്ധതി. അപ്പോൾ മാസാമാസം നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ബില്ല് വരും. അപ്പോൾ നമ്മൾ ബില്ലടക്കണം. ഇപ്പോൾ നമ്മുടെ ഈ എറണാകുളം ഭാഗത്തൊക്കെ ആലുവ പുഴയിലെ വെള്ളം ശുദ്ധീകരിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിനുമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ച് പൈസ കൊടുക്കണം. ചില ആളുകൾ കടയിൽ നിന്നൊക്കെ വെള്ളം വാങ്ങിക്കുന്നു. അപ്പോൾ വെള്ളം അത് അല്ലാഹു നമുക്ക് നൽകുന്ന ഒരു അനുഗ്രഹമാണ്. പിന്നെ ആ അനുഗ്രഹത്തിന് ചിലപ്പോൾ നമ്മളിപ്പോൾ ദുനിയാവിൽ പൈസ കൊടുത്തു എന്നിരിക്കാം. അതുപോട്ടെ, നമ്മൾ ശ്വസിക്കുന്ന വായു ഉണ്ടല്ലോ, വായു, ഓക്സിജൻ. ഇപ്പോൾ നമ്മുടെ ഈ ക്ലാസ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം നമ്മുടെ ക്ലാസ് തുടങ്ങിയിട്ട് ഒരു 2 മിനിറ്റ് ഏകദേശം ആയി കാണും അല്ലേ. 2 മിനിറ്റായി അൽഹംദുലില്ലാ. അപ്പോൾ ഈ 2 മിനിറ്റിൽ നമ്മൾ എത്രയോ പ്രാവശ്യം, ഞാനിപ്പോൾ ഈ പറയുന്ന ഓരോ വാക്കിൻ്റെ ഇടയിലും ശ്വാസം എടുക്കുന്നു, ശ്വാസം വിടുന്നു, ശ്വാസം എടുക്കുന്നു, ശ്വാസം വിടുന്നു, ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല. ഇപ്പോൾ ശ്വാസം എടുത്തു, ശ്വാസം വിട്ടു അല്ലേ. ഇപ്പം നിങ്ങളുമൊക്കെ നമ്മൾക്കിപ്പോൾ രാവിലെ എഴുന്നേറ്റത് മുതൽ ഈ സമയം വരെ എത്രയോ ശ്വാസം എടുത്തു, ശ്വാസം വിടുന്നു. നമ്മൾ ആർക്കെങ്കിലും പൈസ കൊടുക്കുന്നുണ്ടോ? വെള്ളത്തിന് നമ്മൾ പൈസ കൊടുക്കുന്നത് പോലെ, ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ ബില്ലടക്കുന്നത് പോലെ ഈ ശ്വാസത്തിന്, ഈ ഓക്സിജന് നമ്മൾ ആരെങ്കിലും പൈസ കൊടുത്തോ? നമ്മൾ കൊടുത്തൊരു കാലമുണ്ടായിരുന്നു. കൊറോണയുടെ സമയത്ത് ഓർക്കുന്നുണ്ടാകും നിങ്ങൾ. കൊറോണയുടെ സമയത്ത് ഈ ശ്വസിക്കാൻ ഓക്സിജൻ നമുക്ക് കിട്ടാത്ത ഒരവസ്ഥ, അതായത് ശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഓക്സിജൻ്റെ സിലിണ്ടർ അത് മാസ്കിലൂടെ, കുഴലിലൂടെ നമ്മുടെ മൂക്കിലേക്ക് ഇങ്ങനെ വലിച്ച് വിടാം. ആ ഒരു സിലിണ്ടറിന് എത്രയോ ലക്ഷക്കണക്കിന് രൂപ വാങ്ങിയ ഹോസ്പിറ്റലുകൾ ഉണ്ടെന്നറിയോ. അപ്പോൾ പറഞ്ഞു വന്നത്, അള്ളാഹു നമുക്ക് ഫ്രീ ആയിട്ട് തന്നിട്ടുള്ള ഈ വായു, ഈ ഓക്സിജൻ, നമ്മൾ ഓക്സിജൻ ശ്വസിക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് നിശ്വസിക്കുന്നു, പുറത്തേക്ക് വിടുന്നു. അപ്പോൾ ഇത് അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹമാണ്. അപ്പോൾ ഇങ്ങനെ എത്രയോ നിഅമത്തുണ്ട്. അപ്പോൾ ആ നിഅമത്തുകളൊക്കെ ഇങ്ങനെ നമ്മൾ 1, 2 എന്നൊക്കെ പറഞ്ഞ് എണ്ണാൻ തുടങ്ങിയാൽ തീരൂല. അതുകൊണ്ട് പറഞ്ഞ മൊത്തത്തിൽ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് ഒരു 3 വട്ടം പറഞ്ഞ് അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. സർവ്വസ്തുതികളും അള്ളാഹുവേ പടച്ചോനെ നിനക്കാകുന്നു. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും സ്വർഗത്തിൽ കടക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലേ. നരകത്തിൽ കടക്കാൻ ആഗ്രഹിക്കുന്ന ആരുമില്ല. നമ്മളെല്ലാം മുഅ്മിനീങ്ങളാണ്, മുസ്ലിമീങ്ങളാണ്, സ്വർഗത്തിൽ കടക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടെ തറവാടാണ് സ്വർഗം. അള്ളാഹു നമുക്കെല്ലാവർക്കും സ്വർഗം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സ്വർഗം അത് വല്ലാത്തൊരു ലോകമാണ്. അപ്പോൾ സ്വർഗത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഇപ്പം അങ്ങോട്ടല്ല,
ഇപ്പോൾ നമ്മുടെ കമൻറ്റിലൂടെ ഒരു സഹോദരൻ ചോദിച്ചു, ഉസ്താദെ, നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ സ്വർഗത്തിൽ കടക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു ദുആ പറഞ്ഞു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന എന്ന ഒരു ദുആയുണ്ട്. അത് ഒരു മനുഷ്യൻ ഒരു ദിവസം 3 പ്രാവശ്യം പറഞ്ഞാൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന എന്ന്, അതായത് അല്ലാഹുവേ ഞാൻ നിന്നോട് സ്വർഗത്തെ ചോദിക്കുന്നു, ഇതാണ് അതിൻ്റെ അർത്ഥം. ഈ ഒരു ദുആ ഒരാൾ ഒരു ദിവസം 3 വട്ടം പറഞ്ഞാൽ സ്വർഗം അള്ളാഹിനോട് പറയും, പടച്ചോനെ ഇന്നാലിന്ന വ്യക്തി അവൻ എന്നെ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം, അവൻ എന്നിലേക്ക് കടത്തണേ എന്ന് സ്വർഗം അള്ളാഹിനോട് പറയുമെന്നാണ്. അപ്പോൾ ഈ സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? വലിയൊരു ലോകമാണ്. സ്വർഗത്തിൻ്റെ പലതരത്തിലുള്ള തട്ടുകളുണ്ട്, പലതരത്തിലുള്ള ദറജകളുണ്ട്. ഇപ്പോൾ ഈ ഗവൺമെൻറ് ജോലി എടുത്താൽ, അല്ലേ, സർക്കാർ ജോലി എടുത്താൽ അത് പല കാറ്റഗറിയാണ്, അല്ലേ. താഴെ ക്ലർക്ക് മുതൽ ഇങ്ങനെ എടുത്തെടുത്ത് നോക്കിയാൽ ഇങ്ങനെ ഓരോരോ തസ്തികകളുണ്ട്, ഉന്നതമായ തസ്തിക. നമ്മളെല്ലാവരും ഏതെങ്കിലും ഒരു സർക്കാർ ജോലി എന്നല്ല, കിട്ടുവാണെങ്കിൽ ഒരല്പം മുന്തിയ സർക്കാർ ജോലി കിട്ടിയാൽ നമുക്ക് അത്രയും പെൻഷൻ കൂടുതൽ കിട്ടുമല്ലോ, അല്ലെങ്കിൽ അത്രയും സാലറി കിട്ടുമല്ലോ എന്ന് നമ്മൾ ആഗ്രഹിക്കും. അപ്പോൾ എന്നതുപോലെ നമ്മൾ സ്വർഗത്തിൽ എങ്ങനെയെങ്കിലും ഒന്ന് കടന്നാൽ മതി എന്നല്ല, നമ്മൾ സ്വർഗത്തെ പടച്ചവനോട് ചോദിക്കുമ്പോൾ അല്ലാഹുവേ സ്വർഗത്തിൽ ഉന്നതമായ പദവി തന്നെ നീ എനിക്ക് തരണേ എന്ന് നമ്മൾ ചോദിക്കണമെന്നാണ്. സ്വർഗത്തെ ചോദിക്കുമ്പോൾ ഉന്നതമായ പദവി തരണേ എന്ന് നമ്മൾ ചോദിക്കണമെന്നാണ്. സ്വർഗത്തിൻ്റെ ഏറ്റവും ഉന്നതമായ പദവി പ്രവാചകന്മാർ, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ വിരാജിക്കുന്ന ഒരു പദവിയുണ്ട്, ഒരു സ്ഥലമുണ്ട്. അതാണ് സ്വർഗത്തിൻ്റെ ആദ്യത്തെ ഏറ്റവും ഉന്നതമായ തട്ട്. അതിൻ്റെ പേരാണ് ജന്നത്തുൽ ഫിർദൗസ്. എന്ത്? ജന്നത്തുൽ ഫിർദൗസ്. സ്വർഗം മൊത്തം 7 എണ്ണമുണ്ട്. സ്വർഗത്തിൻ്റെ ദറജകൾ അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ തട്ടുകൾ 7 എണ്ണമുണ്ട്. ഒന്നാമത്തേത് ജന്നത്തുൽ ഫിർദൗസ് എന്ന സ്വർഗമാണ്. അല്ലാഹു തആല ആ ഒരു തട്ടിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്ന് ആമീൻ പറ മനുഷ്യന്മാരെ, ആമീൻ പറ, ആമീൻ. അല്ലാഹു തആല സ്വർഗത്തിൽ കടത്തുക മാത്രമല്ല, സ്വർഗത്തിൻ്റെ ഏറ്റവും ഉന്നത പദവിയാകുന്ന ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ പറഞ്ഞേ, ആമീൻ. രണ്ടാമത്തെ സ്വർഗത്തിൻ്റെ പേരാണ് ജന്നത്തുൽ അദ്ൻ. എന്ത്? ജന്നത്തുൽ അദ്ൻ. അതിൻ്റെ താഴെയുള്ള സ്വർഗം, അതിൻ്റെ താഴെയുള്ള തട്ടിൻ്റെ പേര് ജന്നത്തുൻ നഈം എന്നാണ്. അതിൻ്റെ താഴെയുള്ളത് ദാറുൽ ഖുൽദ് എന്ന് പറയുന്ന സ്വർഗമാണ്. പിന്നെ അതിൻ്റെ താഴെ 5ാമത്തെ പദവിയിലുള്ള 5ാമത്തെ ദർജയിലുള്ള സ്വർഗത്തിൻ്റെ പേര് ജന്നത്തുൽ മഅ്വ. അതിൻ്റെ താഴെ ദാറുസ്സലാം. പിന്നെ അതിൻ്റെ താഴെയുള്ള ഏറ്റവും താഴെയുള്ള ദർജ അതേതാണ്? ഇല്ലിയൂൻ എന്നാണ്. അപ്പോൾ ഈ 7 സ്വർഗത്തിൻ്റെ ഈ 7 തട്ടുകളും ഈ 7 പേരുകളും വിശുദ്ധമായ ഖുർആനിൽ പറയപ്പെട്ട പേരുകളാണ്. ഇനി അടുത്തത്, സ്വർഗത്തിന് 8 വാതിലുകളുണ്ട്. സ്വർഗത്തിന് 8 കവാടങ്ങളുണ്ട്. ഈ 8 കവാടത്തിലൂടെയും സ്വർഗത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവരാരാണെന്നറിയോ? വുദൂഇന് ശേഷം, നമ്മളൊക്കെ വുദൂ എടുക്കുന്നവരല്ല, വുദൂ എടുത്തതിന് ശേഷം ആരെങ്കിലും ഒരാൾ എന്ത് പറഞ്ഞാൽ വുദൂഇന് ശേഷം പറയേണ്ട ഒരു ദുആയുണ്ട്. ഏത് ദുആയാണ്? കൈകൾ ഉയർത്തിയിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതത്വഹിരീന വജഅൽനി മിൻ ഇബാദികസ് സ്വാലിഹീൻ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ഈ ഒരു ദുആ ഏതെങ്കിലും ഒരു മനുഷ്യൻ വുദു എടുത്തതിന് ശേഷം പറയുകയാണെങ്കിൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളിൽ നിന്നും ഇതിലേവാ എന്ന് മലക്കുകൾ അവനെ വിളിക്കുന്നതാണ്. അവനിക്ക് ഇഷ്ടമുള്ള കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുമെന്നാണ്. സ്വർഗത്തിൻ്റെ വാതിലുകൾ 8 എണ്ണമാണ്. ഇതല്ലാതെ ചെറിയ ചെറിയ വാതിലുകൾ ഒരുപാടുണ്ട്. പ്രധാനപ്പെട്ട 8 വാതിലുകളാണ്. സ്വർഗത്തിൻ്റെ ഒരു വാതിലിൻ്റെ വീതി മഹാന്മാർ പറയുന്നു മസീറത്തു ബൈന മക്ക വ ബുസ്ര. മക്കയിൽ നിന്നും ബസറ പട്ടണം വരെയുള്ള ആ ഒരു ദൂരമാണ് എന്ത്? സ്വർഗത്തിൻ്റെ ഒരു വാതിലിൻ്റെ വീതി. നീളമല്ല, വീതി. ഞാൻ ഏകദേശം നോക്കുമ്പോൾ ഏകദേശം ഒരു 1400 ഏകദേശം കിലോമീറ്റർ ഉണ്ട്. 1400. ഇപ്പോൾ ഗൂഗിളിലൊക്കെ അടിച്ചു കൊടുത്താൽ നമുക്ക് കിട്ടും. ഏകദേശം 1400 അല്ലെങ്കിൽ 1500, ഒരു 1400 കൂട്ട്, അല്ലെങ്കിൽ 1300, അല്ലെ 1000 ആയാലും കുഴപ്പമില്ല. അത്രയും കിലോമീറ്ററാണ് സ്വർഗത്തിൻ്റെ ഒരു വാതിലിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ. ഇതൊക്കെ യുക്തിവാദികൾക്കും നിരീശ്വരവാദികൾക്കും കിട്ടിയാൽ ആഹാ അതേ അടുത്ത ആൾ വന്നു, സ്വർഗത്തിൻ്റെ നിങ്ങളുടെ സ്വർഗം പൊട്ട സ്വർഗത്തിന് അങ്ങനെ കൈയുണ്ട് കാലുണ്ട്, പിന്നെ വാതിലുണ്ട് വീതിയുണ്ട്
എന്നൊക്കെ പറഞ്ഞു തുടങ്ങും. ഞാനിത് പറയുന്നത് ആരോടാണ്? യുക്തിവാദികളോടല്ല, നിരീശ്വരവാദികളോടല്ല, എന്നെ കേട്ടിരിക്കുന്ന മുഅ്മിനീങ്ങളായ ആളുകളോടാണ്. മുഅ്മിനീങ്ങളായ ആളുകളോടാണ്. നമ്മളൊക്കെ സ്വർഗ്ഗമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്, നമ്മളൊക്കെ സ്വർഗത്തിൽ കടക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അല്ലാഹു തആല നമുക്കൊക്കെ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, ആമീൻ. അപ്പോൾ സ്വർഗത്തിൻ്റെ 8 വാതിലുകളിൽ ഒരു വാതിലിൻ്റെ പേര് എന്താണ്? ബാബു ഷഹാദത്തൈൻ എന്നാണ്. ബാബു ഷഹാദത്തൈൻ. രണ്ടാമത്തെ വാതിൽ ബാബു സ്വലാത്ത്. മൂന്നാമത്തെ വാതിൽ ബാബു സൗം. നാലാമത്തെ വാതിൽ ബാബു സക്കാത്ത്. 5 ബാബുൽ ഹജ്ജ്. 6 ബാബു അംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ. 7ാമത്തെ വാതിലിൻ്റെ പേര് ബാബു സില. 8ാമത്തെ വാതിലിൻ്റെ പേര് ബാബുൽ ജിഹാദ്. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ നിസ്കാരം കൃത്യമാക്കുന്ന ആളാണ് എങ്കിൽ ബാബു സ്വലാത്ത് എന്ന വാതിലൂടെ കടക്കുമെന്നാണ്. നോമ്പ് കാര്യങ്ങളൊക്കെ എല്ലാം കൃത്യമാണെങ്കിൽ ബാബു സൗമിലൂടെ കടക്കുമെന്നാണ്. അങ്ങനെ വ്യത്യസ്തമായ ആളുകൾക്ക് വ്യത്യസ്തമായ വാതിലുകളിലൂടെ സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റുമെന്നാണ്. അൽഹംദുലില്ലാ. ഏതൊക്കെയാണെങ്കിലും സ്വർഗത്തിൽ കടക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു തആല എന്നെയും നിങ്ങളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളൊക്കെ സ്വർഗത്തിൽ കടക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഒരുപാട് നേട്ടങ്ങൾ, ഒരുപാട് പ്രത്യേകതകളൊക്കെ അല്ലാഹു തആല ഈ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന അമലുകൾക്ക് തരുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ സ്വർഗത്തെ ചോദിക്കാൻ മറന്നു പോകണ്ട. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന എന്ന ആ ഒരു ദുആ മറക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ ഇൻഷാ അല്ലാഹ് ഇന്ന് ഒരു 4 വാക്കുകൾ പറഞ്ഞു തരാം. ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ 4 വാക്കുകൾ ആരെങ്കിലും ഉറക്കത്തിൽ നിന്നും ഉണർന്ന ശേഷം പറഞ്ഞാൽ, അതായത് രാവിലെ പറഞ്ഞാൽ, സുബഹി നമസ്കാരത്തിന് ശേഷം നല്ല ഫ്രഷ് മൈൻഡൊക്കെ ഫ്രഷാക്കി അല്ലേ, ഫ്രഷായിട്ട് നമ്മൾ പറയുക. എന്തു പറയണം? 4 വാക്കുകൾ പറയണം. 4 വാക്കുകൾ പറഞ്ഞാൽ ആ ദിവസം മുഴുവനും അല്ലാഹു തആല അവനിക്ക് സംരക്ഷണത്തിന് വേണ്ടി 4 മലക്കുകളെ അല്ലാഹു ഏൽപ്പിക്കുന്നതാണ്. ഏതാണ് ആ 4 വാക്കുകൾ? 1 മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. 2 മാഷാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ്. 3 മാഷാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ്. 4ാമത്തേത് മാഷാ അല്ലാഹ് ലാ യസ്രിഫു സൂഅ ഇല്ലല്ലാഹ്. ഈ 4 വാക്ക് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, പല ഉസ്താദുമാരൊക്കെ പറയുന്നത്. ഈ 4 വാക്കുകൾ അത് അപ്പോൾ അവരൊക്കെ വെറുതെ പറയുന്നതല്ല, ഇതിന് ഒരുപാട് ഗുണങ്ങൾ ഉള്ളതാണ്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസായിട്ടാണ് വന്നിട്ടുള്ളത്. നബി തങ്ങളുടെ ഹദീസാണ്. ഏതെങ്കിലും ഒരാൾ രാവിലെ ഈ 4 വാചകങ്ങൾ പറഞ്ഞാൽ, 4 വാക്കുകൾ പറഞ്ഞാൽ അല്ലാഹു തആല 4 മലക്കുകളെ അവനെ ഏൽപ്പിക്കും. 4 മലക്കുകളെ ഏൽപ്പിക്കും. എന്നിട്ട് പറയും, അവനെ നിങ്ങൾ സംരക്ഷിച്ചോണം, അവനിക്ക് പ്രയാസങ്ങൾ വരാതെ, അവനിക്ക് രോഗങ്ങൾ വരാതെ, അവനിക്ക് അപകടങ്ങൾ വരാതെ, അവനിക്ക് ഒരു സങ്കടം വരാതെ നിങ്ങൾ സംരക്ഷിച്ചോണമെന്ന് മലക്കുകളോട് അല്ലാഹു തആല പറയുമെന്നാണ്. അപ്പോൾ ആ 4 മലക്കുകൾ നമ്മുടെ ചുറ്റുപാടും ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ഒരു 4 വാക്കുകൾ മറന്നു പോവണ്ട. നമുക്കൊന്ന് പറഞ്ഞാലോ? പറഞ്ഞു. മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്താ അതിൻ്റെ അർത്ഥം? മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവേ, എല്ലാ ശക്തിയും നീയാണ്. ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, നീ അല്ലാതെ ഒരു ശക്തിയുമില്ല. അല്ലാഹു അല്ലേ നമുക്കെല്ലാം ചെയ്തു തരുന്നത്? അല്ലാഹുവേ, നീ അല്ലാതെ ഒരു ശക്തിയുമില്ല. ഞങ്ങളൊക്കെ ചെയ്യുന്നത് നിന്റെ കഴിവ് കൊണ്ടാണ്. മാഷാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ്. അല്ലാഹുവേ, എല്ലാ നിഅമത്തുകളും, എല്ലാ അനുഗ്രഹങ്ങളും നിന്നിൽ നിന്നുള്ളതാണ്. മാഷാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, എല്ലാ ഖൈറുകളും നിന്റെ അടുക്കൽ നിന്നാണ് ഞങ്ങൾക്ക് വരുന്നത്. മാഷാ അല്ലാഹ് ലാ യസ്രിഫു സൂഅ ഇല്ലല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, നീ വിചാരിച്ചാലല്ലാതെ ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഒരു തരത്തിലുള്ള മോശത്തരവും ഞങ്ങളെ ബാധിക്കൂല. നീയാണ് എല്ലാത്തിനും കഴിവുള്ളവൻ. അല്ലാഹുവേ പടച്ചവനെ, എല്ലാ നിഅമത്തുകളും നിന്നിൽ നിന്നാണ്, എല്ലാ ഖൈറുകളും നിന്നിൽ നിന്നാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു അപകടം വിധിച്ചിട്ടുണ്ടെങ്കിൽ അതും നീ തരുന്നതാണ്. നീ അറിയാതെ ഒന്നും ഇവിടെ നടക്കില്ല. അള്ളാനെ പുകഴ്ത്തിക്കൊണ്ടുള്ള വാക്കാണ്. ഇതൊരു അടിമ രാവിലെ പറയുമ്പോൾ അള്ളാഹ്ക്ക് എന്ത് സന്തോഷമാണെന്നറിയോ? അതുകൊണ്ട് ഒന്ന് പറഞ്ഞേ, മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മാഷാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ്. മാഷാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ്. മാഷാ അല്ലാഹ് ലാ യസ്രിഫു സൂഅ ഇല്ലല്ലാഹ്. ഈ വാക്ക് പഠിച്ചു വെക്കുക. എല്ലാ ദിവസവും പറ്റുന്നത് പോലെ ഏതെങ്കിലും ഒരു സമയത്ത് അല്ലെങ്കിൽ പറ്റുന്ന സമയത്തൊക്കെ പറയാട്ടോ. ഇൻഷാ അല്ലാഹ്. ഒരുപാട് ആളുകൾ ദുആ രക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ പടച്ചവനെ,
ഞങ്ങളുടെ എല്ലാവരുടെയും, ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെയും എല്ലാ കാര്യത്തിലും, ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ കച്ചവടം, എല്ലാത്തിലും നീ ഖൈറും സമാധാനവും സന്തോഷവും നൽകണേ അല്ലാഹ്. ജീവിതത്തിന്റെ എല്ലാ അഖില നിഖില മേഖലകളിലും അല്ലാഹുവേ നിന്റെ സഹായം ഞങ്ങൾക്ക് തരണേ അല്ലാഹുവേ. പടച്ചവനെ, എല്ലാവിധത്തുള്ള ആപത്ത്, മുസീബത്ത്, കണ്ണേർ, സിഹറുകളെ തൊട്ട് ഞങ്ങൾ എല്ലാവരെയും കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.